ഫൈനൽ ഡെസ്റ്റിനേഷൻ സീരീസിലെ 6ാമത്തെ സിനിമയായ ബ്ലഡ് ലൈൻസ് കണ്ടു. സിനിമ കൊള്ളായിരുന്നു. നമ്മള് ഫൈനൽ ഡെസ്റ്റിനേഷൻ സീരീസിലെ സിനിമകൾ കണ്ടിട്ടുള്ളവർക്കറിയാം. നമ്മൾ എന്ത് പ്രതീക്ഷയാണോ സിനിമ കാണാൻ പോകുന്നത്, അത് ശരിക്കും ഡെലിവറി ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടാണ് ഓരോ സീനുകളും അവര് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ സീരീസിലെ എല്ലാ സിനിമയിലെ പോലെ തന്നെ വ്യത്യസ്ത തരത്തിലാണ് ആളുകൾ മരിക്കുന്നത് ഈ സിനിമയിൽ. ഇത്രയും വ്യത്യസ്തമാക്കി അത് സ്ക്രീനിൽ പ്രസന്റ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയിൽ അവർ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ സിനിമ കാണാൻ പോകുന്നത് തന്നെ ആളുകൾ എങ്ങനെ വ്യത്യസ്തമായിട്ട് മരിക്കുന്നു എന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ സീരീസ് എല്ലാ ഫിലിംസും നമ്മൾ കാണുന്നത്. അപ്പൊ ഈ ഒരു ക്യൂരിയോസിറ്റി തന്നെയാണ് ഈ സിനിമ കാണാനും പോയത്. അപ്പോൾ സിനിമയുടെ ഓപ്പണിംഗ് സീക്വൻസ് തന്നെ അടിപൊളിയായിരുന്നു. ശരിക്കും നമുക്ക് കൊടുത്ത കാശ് മുതലായി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഓപ്പണിംഗ് സീക്വൻസ് ആയിരുന്നു. ആ ഇൻസിഡന്റും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ സ്റ്റോറിയിലേക്ക് വരുന്നുണ്ട്. ഒരു ഭേദപ്പെട്ട സ്റ്റോറി തന്നെയാണ് സിനിമയ്ക്കുള്ളത്. നോർമലി ആക്ഷൻ മൂവീസിന് ആക്ഷൻ ഒരു സൈഡിലും സ്റ്റോറി വേറൊരു സൈഡിലും അങ്ങനത്തെ ഒക്കെ ഒരു സംഭവമൊക്കെ. പക്ഷെ ഇതിലെ സ്റ്റോറി ഓക്കെ ആയിരുന്നു. ഒരു ഫാമിലിയിൽ നടക്കുന്ന മരണങ്ങളാണ് ഇത്തവണ ഈ ബ്ലഡ് ലൈൻസ് എന്ന ഫിലിമിൽ പറയുന്നത്. അപ്പൊ ആ ഫാമിലിയിൽ ഒരു ഗ്രാൻഡ് മദർ ഉണ്ട്. ഗ്രാൻഡ് മദർ പിന്നെ അവരുടെ മക്കള്, കൊച്ചുമക്കള് ഒരു തവണ അവര് മരണത്തിൽ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. അപ്പൊ പിന്നീട് അത് മരണം എങ്ങനെ അവരെ പിടിക്കുന്നു എന്നൊരു സംഭവമൊക്കെയാണ് ഈ സിനിമയിൽ പറയുന്നത്. ഒരു 1.25 മണിക്കൂറുള്ളൂ ഈ സിനിമ. പക്ഷേ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് സിനിമ പോയത്. ഒരിക്കലും ഒരു സീൻ പോലും നമുക്ക് ബോറടിക്കില്ല. നല്ല എൻഗേജിംഗ് ആയിട്ട് തന്നെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റി. അപ്പൊ അങ്ങനെ സിനിമ പോകുമ്പോൾ ഓരോ റെഗുലർ ഇന്റർവെല്ലിലും ഓരോ മരണങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ്, നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ആളുകൾ മരിക്കുക. ഒരു മരണമാസ് സിനിമ എന്ന് തന്നെ പറയേണ്ടി വരും ഫൈനൽ ഡെസ്റ്റിനേഷനെ. കാരണം മരണം നല്ല മാസായിട്ടാണ് ഈ സിനിമയിൽ വരുന്നത്. അപ്പൊ അടിപൊളി ഒരു മരണമാസ് പടം തന്നെയായിരുന്നു ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഇതിലൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ക്ലൈമാക്സ് പോർഷനിലേക്ക് വരുമ്പോൾ, അപ്പോൾ ആ ക്ലൈമാക്സിൽ ഒരുപാട് സംഭവങ്ങൾക്കുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചെറിയ 2 സീനിൽ പെട്ടെന്ന് ക്ലൈമാക്സ് തീർന്ന പോലെ തോന്നി. അപ്പൊ ആ ഓപ്പണിംഗ് സീക്വൻസിന്റെ ഗ്രാൻഡ് സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ ഈ ക്ലൈമാക്സ് സീക്വൻസ് അത്ര ഒരു ഇംപ്രസീവ് ആയിട്ട് തോന്നില്ല. പക്ഷേ എന്നാലും ടൈലന്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഓക്കെയാണ്. പടം ടോട്ടൽ മൊത്തത്തിൽ പടം നോക്കുകയാണെങ്കിൽ ഒരു വാച്ചബിൾ മൂവി തന്നെയാണ്. ഫൈനൽ ഡെസ്റ്റിനേഷൻ സീരീസ് ഇഷ്ടപ്പെടുന്നവർക്ക് തികച്ചും ഇഷ്ടപ്പെടാവുന്ന ഒരു പടം തന്നെയാണ് ബ്ലഡ് ലൈൻസ്. അപ്പോൾ എനിക്കിതൊരു വാച്ചബിൾ മൂവി ആയിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടത്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.